ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇന്റർവ്യൂസിൽ പ്രണയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല. കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെ, ഞാൻ പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചിരിച്ചു പോയനെ. ഉണ്ടെന്നത് മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയതെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനത്തിന് സമയം കളഞ്ഞത് ഒഴിവാക്കാമായിരുന്നു. എഞ്ചിനീയർ ആണ് സർ, ഞാൻ സിവിൾ ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് പണിയെടുത്ത ഒരാളാണ് സർ. എടാ നമ്മള് വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടനൊന്നും അല്ല. സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത്. ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു 16ാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിംഗ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു. നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേനെ. ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് പയറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പരിപാടിയുടെ ഏക ഗുണം എന്താ അറിയോ? പൊതുവെ കേൾക്കാത്ത ഒരു പുകഴത്തിൽ കുറെ നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സാറേ എനിക്കൊരു വട്ടപ്പേരുണ്ട്. പുകഴത്തിൽ അല്ല, തള്ളിസ്റ്റ് എന്നാണ് എന്നെ. ആണല്ലേ? കാരണം അതെനിക്ക് മനസ്സിലായി. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇനി ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം. ഒരു സ്ഥലവും ഇല്ല അങ്ങനെ. എനിവേർ ഇസ് ഫൈൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ 2ാം തവണയല്ലേ വരുന്നത്.